ഹായ് ഗെയ്സ്. അപ്പോൾ ഇന്നാണ് തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ നമ്മൾ സർക്കിറ്റ് മൂവി കാണുന്നത്. പടം കാണാൻ 2 days ലേറ്റായി, കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അസീഫലിക്ക വളരെ സെലക്റ്റീവായിട്ടുള്ള സ്ക്രിപ്റ്റും ഡയറക്ടേഴ്സിനൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിലുള്ള ഫിലിമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലവൻ മുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആൾ ചെയ്ത എല്ലാ പടങ്ങളും ക്വാളിറ്റി, ഒരാളുടെ പെർഫോമൻസുകൾ സെലക്റ്റീവായിട്ടുണ്ട്, അങ്ങേയറ്റം സെലക്റ്റീവായിട്ടുണ്ട്. ഈ പടം ഒറ്റ വാക്കിൽ പറഞ്ഞ ഭയങ്കരമായിട്ട് മനസ്സിൽ ടച്ചിങ് മൂവിയായി മാറി. അതിൽ ഒരുപാട് മൊമെൻറ്റ്സുകളുണ്ട്, പടത്തിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, നല്ല നല്ല ലെയേഴ്സ് ഉണ്ട്. ഫാമിലിക്ക് ആയിരുന്നു കാണുമ്പോൾ ഇമോഷണലായി പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ തമാർ അത് തന്നെയാണ് ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ചെയ്തിട്ടുള്ളത്. ആൾ രണ്ടാമത്തെ മൂവിയാണ്. 1001 ഇണകൾ എന്നുള്ളൊരു മൂവി ആൾ ചെയ്തിട്ടുണ്ട്, അതിന് ശേഷം ചെയ്യുന്നൊരു മൂവിയും കൂടിയാണ്. പടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ചെറിയ പടം, 2 മണിക്കൂർ നേരം ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു മൂവി, ഒരു ബോറടി ഇല്ലാണ്ട് ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ടച്ചിങ് മൂമെൻറ്റ്സുകൾ തരുന്നൊരു പടം. അപ്പോൾ പ്രവാസി ലൈഫിലൂടെ കടന്നു പോകുന്നൊരു സംഭവമാണ് വെച്ച് കഴിഞ്ഞാൽ 2 കുടുംബങ്ങളുടെ കഥയാണ് ഈ പടത്തിൽ പറയുന്നത്. ആസിഫ് അലിക്ക ആൾ പ്രവാസിയാണ്, ജോബ് സ്വന്തമായിട്ട് അവിടെ അലയുന്നു. അതുപോലെ തന്നെ ദീപക് പരോൾ, ദിവ്യ പ്രഭാവരുടെ ക്യാരക്ടർ. അപ്പോൾ പ്രവാസികളുടെ ലൈഫിൽ ഈ പടങ്ങൾ പ്രവാസികൾ കണ്ടാണ് പ്രവാസികൾ കണ്ണു നനയാണ്ട് പോരില്ലെന്ന് തോന്നുന്നു. കാരണം അവരനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അവിടെ ജോലി തേടിയിട്ടുള്ള നടപ്പ്, അവിടുത്തെ മെസ്സിൻ്റെ പ്രശ്നങ്ങൾ, റെൻറ്റ്, ഒരു കൂട്ടുകാരൻ റൂമിൽ നിന്ന് അപ്പുറത്തെ കൂട്ടുകാരൻ റൂമിൽ മാറും വിഷയം, ജോലി വിസിറ്റിംഗ് പോയി ഒരുപാട് ആൾക്കാരുടെ അവസ്ഥ, അതിനിടയ്ക്ക് റൂമിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാലുള്ള പ്രോബ്ലംസ്, പുതിയ ആളുകൾ അവർ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു ഗംഭീര സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫിലിമിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഇതൊരു കുട്ടിയുടെ ക്യാരക്ടറുണ്ട്. ആൾ ADHD ബാധിച്ചൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഫാമിലി ലൈഫിൽ 2 പേരും ജോലിക്കാരാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസും കാര്യങ്ങളും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യും. കാരണം നമ്മൾ അങ്ങനത്തെ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ വരെ എനിക്ക് 1-2 ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരാ ഫാമിലി അനുഭവിക്കുന്ന വിഷമങ്ങളും കാര്യങ്ങളും, ഈവൻ പ്രൊഫഷണലാകുമ്പോൾ അവരെ കെയർ ചെയ്യാനും ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പോകുന്നൊരു വിഷയങ്ങൾ. അതുപോലെ തന്നെ അവിടുത്തെ ദുബായ് ലൈഫ്, അവിടുത്തെ നിയമങ്ങൾ ഒക്കെ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരുപാട് ലെയേഴ്സുള്ള ഒരു ഗംഭീര സബ്ജക്റ്റാണ്. ഈ അസുഖം ബാധിച്ച കുട്ടിക്ക് കൊടുക്കേണ്ട കെയറിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരാൾ ആ കുട്ടിയുടെ ലൈഫിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് വരുന്നൊരു സംഭവം. ആസിഫ് അലി എന്ന് പറഞ്ഞ ഈ പടത്തിൽ ജീവിക്കായിരുന്നു. അതുപോലെ ദീപക്കായാലും ദിവ്യ പ്രഭയായാലും അതുപോലെ രമ്യ സുരേഷ് വരുന്നുണ്ട് ഈ പടത്തിൽ. രമ്യ സൂപ്പർ അഭിനയമാണ്. അതുപോലെ തന്നെ സാദി പ്രഭു അവളെ കൂട്ടുകാരനായിട്ട് വരുന്നതാണ്. അവരൊക്കെ പ്രവാസികൾ അവിടെ ഇവരെ ഫ്രണ്ട്സായിട്ടുള്ള റോളുകളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അലക്സാണ്ടർ പ്രശാന്ത് വരുന്നുണ്ട്. അങ്ങനെ ഓർഹാൻ എന്നാണ് കുട്ടിയുടെ പേര് വരുന്നത്. കിഡു അഭിനയമാണ് കേട്ടോ, കിഡു അഭിനയം. ADHD ബാധിച്ചൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ കുറേ സ്പോയിലർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഇമോഷണലി ഭയങ്കര കണക്റ്റ് ആവുന്ന മൂവിയാണ്. ഇതിന് ടെക്നിക്കലി അതിഗംഭീരമാണ്. എൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള ആൾ ഗോവിന്ദ് വസന്ത കിഡുവാണ്, കിഡു. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിങ് ചെയ്തിട്ടുള്ള 2 മണിക്കൂർ 5 മിനിറ്റ് പാടുള്ളൂ. 1 മിനിറ്റ് പോലും ബോറടിക്കാണ്ട രീതിയിലാണ് ഇത് എഡിറ്റിങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ അമൽ ഡേവിസാണ്, സംഗീത പ്രതാപ്, അതുപോലെ സിനിമാറ്റോഗ്രാഫി, എല്ലാ മേഖലയിലും പ്രവാസികളെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മുതൽ അവിടുത്തെ ടു സെറ്റ് കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്തുള്ള കുറേ സീനുകളുണ്ട്. ഇതിൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ കടന്നു പോകുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ അതിരസമായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ടോട്ടലി ഗംഭീരമായിട്ട് ഭയങ്കരമായിട്ട് മനസ്സിനെ ടച്ച് ചെയ്ത് കണ്ടൊരു മൂവി തന്നെ പറയാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ മെയിനായിട്ട് 2-3 മാറ്റേഴ്സാണ് ഈ പടത്തിൽ പറയുന്നത്. അത് പ്രവാസികൾക്കൊക്കെ ഭയങ്കര കണക്റ്റോ, പ്രവാസികൾ അനുഭവിക്കുന്ന വിഷയങ്ങളും അവരെ ജോലി തേടിയിട്ടുള്ള അവിടുത്തെ, പിന്നെ അവിടെ സെറ്റിലെ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ്, പിന്നെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ കണക്റ്റ് ആയിട്ട് 2 ഫാമിലിയുടെ ഈ ഒരു ഫാമിലി പിന്നെ അസീഫിക്കായിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നൊരു കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ അതിഗംഭീരമാണ്. പറഞ്ഞു കഴിഞ്ഞ് കുറേ സ്പോയിലർ കണ്ടന്റ് ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്, കാരണം ഞാൻ ഓട്ടോയിൽ പറഞ്ഞു പോകും. അടിപൊളി പടം, ചെറിയ ഫിലിമാണ്, നന്മയുള്ള മൂവിയാണ്. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് മനസ്സ് നിറഞ്ഞ് കാണാൻ പറ്റിയ പടമാണ്. ഇറങ്ങിപ്പോരും ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്നൊരു മൂവിയും കൂടിയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആസിഫ് അലിക്ക് നാട്ടിലെ കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പോകുന്നില്ല. ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ
ഒരു ചെറിയ മൂവി. ഇതിൽ കുറേ കാര്യങ്ങൾ ഈ പടത്തിൽ പറയുന്നുണ്ട്, അതാണ് ഈ കാരണം. പിന്നെ ഇതിൽ BGM കിട്ടുവാണ് ഈ പടം കൊണ്ടുപോകുന്നതൊക്കെ. പോയി കാണാം. ദാറ്റ്സ് ഇറ്റ്.